ഇതുപോലത്തെ PDF എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ഇതിൽ ഞാൻ 2 മെത്തേഡായിട്ടാണ് ചെയ്യണേ. ഇതിൽ ഒന്നാമത്തെ ഈ മെത്തേഡാവും ചെയ്യാൻ ഒന്നുകൂടി സുഖം. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം PDF ഓപ്പൺ ആക്കുക. ഞാൻ ഇവിടെ മൈക്രോസോഫ്റ്റ് എഡ്ജിലാണ് ഓപ്പൺ ആക്കണേ. ഏതിൽ ഓപ്പൺ ആക്കിയാലും കുഴപ്പമില്ല. ഇത് BBൻ്റെ ഒരു നോർമൽ PDF ആണ്. 32 പേജുണ്ട് ഈ PDF. ഇത് നമുക്ക് ചെറുതാക്കാം. ഈ ഐക്കൺ അമർത്തുക, അല്ലെങ്കിൽ Ctrl+P അടിച്ചാലും മതി. അപ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ വരും. ഇതിൽ മോർ സെറ്റിങ്സ് കൊടുക്കുക. അതിൽ പേജസ് പെർ ഷീറ്റിൽ നിന്നുള്ളത് 9 ആക്കുക. നമ്മൾ ഒരു പേജിൽ 9 ഷീറ്റ് വെച്ചിട്ടാണ് കൊടുക്കുക. ഇനി ഇതിൽ ഒന്നുകൂടെ വലുതാക്കണമെന്നുണ്ടെങ്കിൽ 6 കൊടുത്താലും മതി. സാധാരണ 9 കൊടുക്കൽ. പിന്നെ പേപ്പർ സൈസ് A4 അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതാ ഇവിടെ കാണുന്ന പോലെ 9 പേജായി മാറിക്കണം. ഇപ്പോൾ 32 പേജിലെ PDF 4 പേജ് ആയിക്കണം. ഓരോ പേജിലും 9 വെച്ചു. ഇത് PDF ആയി സേവ് ആക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വരിക, പ്രിൻ്റർ എന്നില്ല, അവിടെ സേവ് ആസ് PDF സെലക്ട് ചെയ്യുക. താഴത്ത് സേവ് ചെയ്താൽ നമുക്ക് PDF ആയി സേവ് ആവും. നമുക്കിത് എല്ലാ PDF-ഉം വേണ്ട. അതിലിപ്പോൾ ഞാൻ 32 പേജും എല്ലാതും ചെറുതാക്കിയല്ലോ, അത്ര ആവശ്യമില്ല. ആദ്യത്തെ 3-4 എനിക്ക് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ഇവിടെ ഈ പേജസ് ഓപ്ഷൻസിൽ വന്നിട്ട് ലാസ്റ്റത്തെ സർക്കിളിൽ സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് ആവശ്യമുള്ള പേജ് കൊടുക്കുക. ഞാൻ ഇവിടെ 5 മുതൽ 17 വരെയാണ് എനിക്ക് ആവശ്യം. അപ്പോൾ ഞാൻ 5 കഴിഞ്ഞിട്ട് ഒരു ഹൈഫ് ഇട്ട് ഒരു 17 എന്ന് കൊടുത്തു. അപ്പോൾ ഈ പേജ് മാത്രമേ ഉള്ളൂ എനിക്ക് ബിറ്റിൽ വരിക, ബാക്കിയുള്ള പേജ് ഉണ്ടാവില്ല. ഇതിപ്പോൾ അടുപ്പിച്ചുള്ള പേജ് ആയതുകൊണ്ടാണ് ഞാൻ ഹൈഫ് ഇട്ട് കൊടുത്തത് 5 മുതൽ 17 വരെ ഉള്ളത്. ഇനി നമുക്ക് അടുപ്പിച്ചല്ലാതെ വേറെ പേജ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓരോ പേജ് നമ്പറിന് ശേഷം കോമട്ട് കൊടുത്താൽ മതി. അതുപോലെ ഞാൻ ഇവിടെ 5 പേജ് നമ്പർ കൊടുത്തു. അപ്പോൾ എനിക്ക് ആ 5 പേജ് മാത്രമേ ഉള്ളൂ വന്നേ. ഇത് സേവ് ചെയ്യാം. ഇതാണ് നമ്മളെ PDF. ഇനി ഇങ്ങനത്തെ PDF എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് മറ്റിനെ അപേക്ഷിച്ച് കുറച്ച് പണിയുണ്ട്. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുക്കാം. മറ്റേതൊരു പേജ് എങ്ങനെയായാലും ഒരു പേജ് ഫുൾ എടുക്കണം. ഇതിലങ്ങനെയല്ല, ഒരു പേജിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് വേർഡിലാണ് ചെയ്യണേ. അപ്പോൾ ഇതിനാദ്യം മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ആക്കുക. ഒരു പുതിയൊരു ഫയൽ എടുക്കുക. ഈ ലേഔട്ട് ടാബിൽ സൈസ് A4-എല്ലാം ചെക്ക് ചെയ്യുക. ഇനി ഇവിടെ മാർജിൻസ് എടുക്കുക. ഇതിൽ താഴത്ത് കസ്റ്റം സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ എല്ലാം 0.5 cm ആക്കുക. ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് A4-ൽ കൂടുതൽ സ്പേസ് യൂസ് ചെയ്യാം. മറ്റേത് കുറേ സ്ഥലം വെറുതെ കിടക്കും. ഇനി ഇൻസേർട്ട് ടാബിൽ പോയിട്ട് ഒരു ടേബിൾ ഇമ്പോർട്ട് ചെയ്യാം. 3 കോളമുള്ളൊരു ടേബിളാണ് നമുക്ക് വേണ്ടത്. അതിനെങ്ങനെ വലുതാക്കുക. ഇനി ടേബിളിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ടേബിൾ ലേഔട്ട് എടുക്കുക. ഓട്ടോ ഫിറ്റിൽ ഓട്ടോ വിൻഡോ സെലക്ട് ചെയ്യുക. ഇനി ഹോം ടാബിലേക്ക് വന്നിട്ട് ഇവിടെ ടെക്സ്റ്റിൻ്റെ സൈസ് 7-6 കൊടുക്കുക. ഞാൻ അവിടെ 7 കൊടുക്കണേ. ഇനി നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് ഇതിലേക്ക് എടുക്കാം. ഞാൻ അവിടെ ഒരു PDF നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യണേ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. എന്താ ചെയ്യുക. നമ്മളെടുത്ത കണ്ടൻറ്റ് നമുക്ക് ആവശ്യം പോലെ ഒന്ന് അറേഞ്ച് ചെയ്യുക. ഞാൻ പിന്നെ ഇവിടെ ഫോണ്ട് ഒന്ന് മാറ്റുന്നുണ്ട്. ഇനി ഒരു കണ്ടൻറ്റ് 2-3 സ്പേസ് വിട്ട് അടുത്തത് കോപ്പി പേസ്റ്റ് ചെയ്യാം.
അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകളൊക്കെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ഈ ടേബിൾ സെലക്ട് ചെയ്തിട്ട് ടേബിൾ ഡിസൈൻ എടുക്കുക. ഇതിൽ ബോർഡർ സെക്ഷനിൽ പോയിട്ട് ഔട്ട് സൈഡ് ബോർഡേഴ്സ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പുറത്തത്തെ ബോർഡർ പോയി കിട്ടും. ഇനി ഒരു ബോർഡറും വേണ്ടെന്നാണെങ്കിൽ ഇവിടെ നോ ബോർഡേഴ്സ് കൊടുക്കാം. ഇനി അതിൽ പുറത്തത്തെ ബോർഡേഴ്സ് മാത്രമേ ഉള്ളൂ കളയണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി സേവ് ആക്കുക. ഫയൽസിൽ സേവ് ആസ് കൊടുക്കുക അല്ലെങ്കിൽ കൺട്രോൾ എസ് കൊടുക്കുക. ഇവിടെ ടൈപ്പിൽ ഇവിടെ വേർഡ് ആക്കാനാണ് ഉണ്ടാവുക, അത് മാറ്റി PDF കൊടുക്കുക. ഇവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതിൽ കറണ്ട് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ PDF. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായിക്കണമെന്ന് വിചാരിക്കണം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. അപ്പോൾ ഓക്കെ, എക്സാമിന് പാസ്സായിട്ട് വരും.